എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിന് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ട്, ചുമതലയുണ്ട്, അർഹതയുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഭരണസാരഥ്യത്തിലേറുന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം. രണ്ടാമത്തെ ഡൽഹി സർക്കാർ, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ 2020-21 കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, ആ സർക്കാരിന് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തില് ഡൽഹിയിൽ നിലവിലുണ്ടായിരുന്ന മദ്യനയം, അതിനുള്ള പോരായ്മകൾ മാറ്റിവെച്ചുകൊണ്ട് അത് പരിഷ്കരിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അതിനുള്ള ചുമതലയുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ഉപഭോക്താക്കൾക്ക് നല്ല മദ്യം ലഭിക്കുന്നതിനും സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും അനധികൃത മദ്യവിൽപ്പന ഒഴിവാക്കുന്നതിനും വേണ്ടി തികച്ചും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഡൽഹി സർക്കാർ മദ്യനയത്തിന് മാറ്റം വരുത്തണം എന്ന് തീരുമാനിച്ചു. അന്ന് എക്സൈസ് മന്ത്രി ശ്രീമാൻ മനീഷ് സിസോദിയ ആയിരുന്നു. ആ കാലഘട്ടത്തില് നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് മദ്യവിൽപ്പന നടത്തുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്, അഥവാ അത്തരത്തിലുള്ള ഏതാനും കോർപ്പറേഷനുകളാണ് നടത്തുന്നത്. അതേപോലെ തന്നെ ഡൽഹിയിൽ അന്ന് മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് ഡൽഹി ടൂറിസം ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഡൽഹി സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഡൽഹി കൺസ്യൂമർ കോർപ്പറേഷൻ ഹോൾസെയിൽ സ്റ്റോറും എന്നിങ്ങനെയുള്ള 3 കോർപ്പറേഷനുകളാണ്, അഥവാ സർക്കാരിന് ഭരണ സാന്നിധ്യമുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന 3 കോർപ്പറേഷനുകളാണ് അവിടെ മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 580ഓളം കടകളാണ് അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ മുൻപ് ഞാൻ പറഞ്ഞ ഉപഭോക്താക്കൾക്ക് നല്ല സേവനമായിരുന്നില്ല മദ്യവിൽപ്പനയിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. നീണ്ട ക്യൂവും അതുപോലെ തന്നെ വളരെ മോശമായ ശോചനീയമായ അവസ്ഥയിലുമൊക്കെ ആയിരുന്നു അവിടെ മദ്യം വിറ്റുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ പരിഷ്കരിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ സർക്കാർ അധീനതയിലുള്ള ഈ ഇത്തരം കോർപ്പറേഷനുകളിൽ നിന്നും എന്തുകൊണ്ട് ഇത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിക്കൂടാ എന്നവർ ചിന്തിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് അങ്ങനെ നൽകിയാൽ അവിടെ നല്ല മത്സരമുണ്ടാവും, ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് മദ്യത്തിന്റെ വിലക്കുറവിലേക്ക് വരെ വഴിവെക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ച് കൂടുതൽ വരുമാനം ലഭ്യമാകും. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ഡൽഹി സംസ്ഥാനത്തെ ഏതാണ്ട് 32 മേഖലകളായിട്ട് തിരിച്ച് ഒരു മേഖലയിൽ 27 കടകൾ വരെ നൽകാം എന്നുള്ള ധാരണയില് 849 കടകൾ തുറക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അനുമതി കൊടുത്തത്. ഓരോ കടയ്ക്കും ലേലം ചെയ്ത് തന്നെ ന്യായമായ പണം സർക്കാർ ഖജനാവിലേക്ക് കിട്ടുകയുണ്ടായി. കൂടാതെ ആ സർക്കാർ നയം, മദ്യനയത്തിലൂടെ മുന്നോട്ട് വെച്ച കാര്യം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനം ലഭ്യമാക്കുക, അതായത് വിൽപ്പനയ്ക്ക് വെക്കുന്ന ഓരോ മദ്യത്തിന്റെയും വില നിശ്ചയിക്കാൻ അതാത് കടക്കാർക്ക് സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ കടക്കാര് കൂടുതൽ മദ്യം വിൽക്കുന്നതിന് വേണ്ടി ഒരു ബോട്ടിൽ മദ്യം വാങ്ങുന്നവർക്ക് ഒരു ബോട്ടിൽ ഫ്രീ എന്നതുൾപ്പെടെയുള്ള വളരെ വിപ്ലവകരമായ മാറ്റം അവിടെ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും മദ്യവിൽപ്പന ക്രമാതീതമായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം, ഡൽഹിയുടെ അതിർത്തി പ്രദേശമായ ഹരിയാനയിലും യുപിയിലുമൊക്കെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മദ്യഷോപ്പുകൾ
അവിടെ നിന്ന് വരുന്ന അനധികൃത മദ്യം ഡൽഹിയിൽ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെയൊക്കെ നേതൃത്വത്തിൽ BJPയുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ കൂടുതൽ സുതാര്യമായ, കൂടുതൽ ജനകീയമായ, മദ്യം കഴിക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള വിൽപ്പന ആരംഭിച്ചപ്പോൾ അവർക്ക് അപകടം മണത്തു. ഇത്തരത്തിൽ ഇത് പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ കള്ളക്കളികൾ അവിടെ തുടരാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇതിലൊരു അറുതി വരുത്തണം. അതിന് നമുക്കറിയാം, ഡൽഹി ഭരിക്കുന്നത് അവസാന വാക്ക് എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെയാണ്. കാരണം സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമില്ല. ലഫ്റ്റനന്റ് ഗവർണർക്ക് BJP പ്രവർത്തകർ പരാതി കൊടുക്കുന്നു. അവർ കൊടുത്ത പരാതിയിലൂടെ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് മദ്യലഭ്യത കൂടി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പുതുക്കിയ മദ്യവിൽപ്പനയിലൂടെ ജനങ്ങളെ കൂടുതൽ മദ്യം കുടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അതേപോലെ തന്നെ കൂടുതലായിട്ട് മദ്യം ഇത്തരത്തിലൊക്കെ ചെലവഴിക്കുമ്പോൾ യഥാർത്ഥത്തില് ഉള്ള ഗുണനിലവാരം അന്ന് വിൽപ്പന നടത്തുന്ന മദ്യ കമ്പനികൾ പാലിക്കുന്നില്ല എന്നുള്ളതുമായിരുന്നു ഈ പരാതിയുടെ മുഖ്യ കാര്യം. അപ്പൊ ഈ പോയിന്റുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തില് മദ്യലഭ്യത കൂടി എന്നുള്ളത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അതോടൊപ്പം ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ സർക്കാരിന്റെ വരുമാനം ഏതാണ്ട് 27% കൂടുകയുണ്ടായി എന്നുള്ളതും പറയാൻ അവർ നിർബന്ധിതരായി. ഉപഭോക്താക്കൾക്ക് കൂടുതൽ നല്ല സേവനമാണ് അവിടെ ലഭിക്കുന്നതെന്നും പ്രൈവറ്റൈസ് ചെയ്തപ്പോൾ നീണ്ട ക്യൂ ഒക്കെ ഒഴിവായി എന്നും മദ്യപിക്കുന്ന ആളുകൾക്ക് മാന്യമായിട്ട് ചെന്ന് മദ്യം വാങ്ങുവാനും അത് ഉപയോഗിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതുമൊക്കെ വെളിവായി. പക്ഷെ എന്നാലും ഇത്തരത്തില് വീണ്ടും ഈ മദ്യനയം അവിടെ മുന്നോട്ട് പോയാൽ BJPയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് അത് കോടിക്കണക്കിന് രൂപയുടെ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിൽ എന്ത് വില കൊടുത്തും ഇത് നിർത്തണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു CBI അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. ഈ മദ്യനയത്തെ സംബന്ധിച്ച് CBI അന്വേഷിക്കണമെന്നും അതിനകത്ത് കുറ്റവാളികളായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണമെന്നുള്ളതുമാണ് ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും സ്വബോധമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഈ മദ്യനയം ഇത്തരത്തിൽ പരിഷ്കരിക്കുക വഴി ആ മേഖലയിൽ നടമാടിയിരുന്ന എല്ലാവിധ അഴിമതികളും മോശം പ്രവണതകളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ സുതാര്യമായ ഒരു പ്രവർത്തനത്തിലാണ് സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ തന്നെ 27%-ലധികം വരുമാന വർധനവും അതിലൂടെ ഉണ്ടായി. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മദ്യം ലഭിക്കാൻ തുടങ്ങി. നല്ല സാഹചര്യത്തിൽ മദ്യം വാങ്ങുവാനും അത് ഉപയോഗിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഈ നയത്തിന് എന്താണ് കുഴപ്പം? ചിന്തിക്കുന്ന എല്ലാവർക്കും പറയാം, മനസ്സിലാവും, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും ഈ നയത്തിന് ഒരു പെശകുമില്ല. പക്ഷെ നമുക്കറിയാം മദ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അഴിമതികൾ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും നടക്കുന്നുണ്ട്. കാരണം മദ്യത്തിൽ വെള്ളം ചേർത്താൽ പൈസ ലാഭിക്കാമെന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. യഥാർത്ഥ മദ്യത്തിന് പകരം സെക്കൻഡ്സുകൾ വിൽപ്പന നടത്തിയാൽ
അതിലൂടെ അത് വിൽപ്പന നടത്തുന്നവർക്ക് കാര്യമായ മെച്ചമുണ്ടാകും എന്നുള്ളതും നമുക്കറിയാം. തീർച്ചയായിട്ടും ലഫ്റ്റനന്റ് ഗവർണറുടെ ഇത്തരത്തിലുള്ള CBI അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ കേജ്രിവാൾജിക്ക് അതിലുള്ള അപകടം മനസ്സിലായി. അദ്ദേഹം അടുത്തുകൂടുന്ന മന്ത്രിസഭാ യോഗത്തില് ഈ മദ്യനയം പഴയ പോലെ തന്നെ ആക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതായത് മുൻപ് കോർപ്പറേഷനുകൾ, സർക്കാർ ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേഷനുകളിലൂടെ മദ്യവിൽപ്പന നടത്തിയിരുന്ന അതേ രൂപത്തിൽ തന്നെ വീണ്ടും മദ്യവിൽപ്പന ആക്കിയേക്കാം എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയ്ക്ക് മദ്യം വിൽക്കാനായിട്ട് അനുമതി കൊടുത്തു സർക്കാർ. പിന്നീട് അത് പിൻവലിക്കുമ്പോൾ അവർ മുൻകൂറായി അടച്ചിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടിയും മറ്റ് നിയമപരമായ പല ടാക്സുകളുമുണ്ട്. ഈ ടാക്സുകളിലൊക്കെ ഇളവ് വരുത്തി കൊടുക്കുവാൻ സർക്കാർ നിർബന്ധിതരായി. ഏതാണ്ട് 140 പരം കോടി രൂപ ഡൽഹി സർക്കാർ ഇത്തരത്തിൽ വീണ്ടും ഇത് ഗവൺമെന്റ് മേഖലയിലേക്ക് കോർപ്പറേഷനുകൾക്ക് കൈമാറിയപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ഇതിൽ ഏർപ്പെട്ടിരുന്നവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ കേജ്രിവാൾജിയെ അഥവാ ഇന്ത്യയിൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടുതൽ വേരൂന്നി വരുന്നത് BJPയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാവും എന്നുള്ള തിരിച്ചറിവിൽ അവർ എങ്ങനെയെങ്കിലും ഡൽഹി ഗവൺമെന്റിനെ ഇല്ലാതാക്കണം എന്നുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് പഞ്ചാബിൽ അധികാരത്തിൽ വരുന്നു, ഗോവ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാന്നിധ്യം ഉറപ്പിക്കുന്നു. അങ്ങനെ ഈ അഴിമതിക്കെതിരെയുള്ള പ്രസ്ഥാനം തികച്ചും ജനകീയമായി നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വേരൂന്നുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇതേ അഴിമതി തന്നെ ഒരായുധമാക്കി എടുത്തുകൊണ്ട് കേജ്രിവാൾജിയാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നുള്ളത് വരുത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള, അഥവാ ജനാധിപത്യത്തിലെ എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ BJP സർക്കാർ സ്വീകരിക്കാൻ ഇടയായിട്ടുള്ളത്. അതിനെന്താണ് ഒരു പോംവഴി എന്നവർ ആലോചിച്ചു. അപ്പോഴാണ് ഒരുപക്ഷെ അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്നവര് 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. നമുക്കറിയാം, കള്ളപ്പണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണക്കിൽപ്പെടാത്ത പണമാണ്. ഈ കള്ളപ്പണം വെള്ളപ്പണമാക്കുക അഥവാ വെളുപ്പിക്കൽ എന്നുള്ളതാണ് ലോണ്ടറിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ നിയമത്തിൽ വളരെ കൃത്യതയോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ നിയമം ഉപയോഗിക്കാവുന്നതാണ് എന്ന്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ചിട്ടി സ്ഥാപനങ്ങളില് ഈ നിയമം ഉപയോഗിക്കാവുന്നതാണ് എന്നുമാണ്. നമുക്കറിയാം, സഹകരണ സംഘങ്ങളില് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വസ്തുവിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന സർക്കാർ നികുതി കൂടുതലാവുന്നത് കൊണ്ട് മുഴുവൻ തുകയ്ക്കും അത് രേഖപ്പെടുത്താതെ കണ്ട്, അതായത് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു വിൽക്കുന്നയാള് ചിലപ്പോൾ 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ മാത്രം കണക്കിൽ പെടുത്തുകയും ബാക്കി വരുന്ന 4 ലക്ഷം രൂപ ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയുമാണ് സാധാരണ രീതിക്ക് ചെയ്തു വരുന്നത്. കാരണം RBIയുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപം കൊണ്ടുവരുന്ന പണം എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതിന് വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല.
അത് സംബന്ധിച്ച് ഒരന്വേഷണവും ഒരിക്കലും ഉണ്ടാവാറുമില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം അതാത് പ്രദേശത്ത് മാത്രം ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് ആ സംഘങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാകുന്നതിന് വേണ്ടിയാണ്. അഥവാ വ്യാപകമായ ഒരു കള്ളപ്പണ നിക്ഷേപവും അത് വെളുപ്പിക്കലും ഒന്നും അതിലൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിക്കാണ് സഹകരണ സംഘങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ 2002 ഈ നിയമപ്രകാരം ഈ സഹകരണ സംഘത്തിന്റെ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആരെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ നിയമപ്രകാരം കുറ്റകരമാണ് എന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റൊരു സാഹചര്യമാണ് ചിട്ടി സ്ഥാപനങ്ങൾ. എന്റെ കയ്യിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പണം വന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ചിട്ടി സ്ഥാപനങ്ങളിൽ ചെന്ന് ഏതെങ്കിലുമൊക്കെ ചിട്ടി ഞാൻ ചേർന്നിട്ട് അവസാനം ആ ചിട്ടി പിടിച്ച പണമാണ് എന്നുള്ള രൂപത്തിലേക്ക് അത് വരുത്തുമ്പോൾ അവിടെയും കള്ളപ്പണം വെളുപ്പിക്കലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ മുഖ്യ ഉദ്ദേശം എനിക്ക് മുൻപ് പ്രസംഗിച്ചവർ ഇവിടെ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന ദേശദ്രോഹപരമായ പ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന കള്ളപ്പണം അത് വെള്ളപ്പണമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഉപാധികളൊക്കെ ഉണ്ടാവണം. അപ്പൊ ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയും. അഥവാ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന പണം, ആ പണമാണ് വെളുപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പണം ഉണ്ടെങ്കിൽ മാത്രമേ അത് വെളുപ്പിക്കാൻ കഴിയുകയുള്ളൂ. അഥവാ പണം ഇല്ല എങ്കിൽ അത് വെളുപ്പിക്കൽ സാധ്യമല്ല. നമ്മുടെ നിയമം, തെളിവ് നിയമം പറയുന്നത് ആരാണോ ഒരു കാര്യം പറയുന്നത് അത് തെളിയിക്കാനുള്ള ബാധ്യത അത് മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാണ് എന്ന് തന്നെയാണ്. ആ തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളും പ്രവർത്തിച്ചു വരുന്നത്. പക്ഷെ എന്നാൽ സാഹചര്യങ്ങൾ വെച്ച് പിന്നീട് സ്ത്രീ പീഡനങ്ങൾ കൂടുതലായപ്പോൾ സ്ത്രീകൾക്ക് കൃത്യമായ തെളിവുകൾ കോടതി മുമ്പാകെ എത്തിക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ പരമോന്നത കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് സ്ത്രീ പീഡന കേസുകളിൽ മേലിൽ ഏതെങ്കിലും സ്ത്രീ പരാതിപ്പെട്ടാൽ ആരോപണ വിധേയനാകുന്ന പുരുഷനാണ് താൻ അപ്രകാരം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത എന്നുള്ളത് സ്ത്രീ പീഡന നിയമങ്ങളിൽ എഴുതി ചേർത്തു. തീർച്ചയായിട്ടും അത് നമ്മുടെ തെളിവ് നിയമങ്ങൾക്ക് വരുത്തിയ ഒരു വലിയ വ്യത്യാസമാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. 2002 ഈ PMLA നിയമം ഉണ്ടാക്കുമ്പോൾ അത് പാസാക്കുന്ന പാർലമെന്റേറിയൻസിന് ബോധ്യപ്പെടുത്തിയത് കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി അഥവാ സ്ഥാപനം ആ കള്ളപ്പണം എടുത്ത് വെള്ളപ്പണമാക്കുന്നതിനുള്ള സാഹചര്യം ആ വ്യക്തി ജാമ്യം നേടി പുറത്തു നിൽക്കുകയാണെങ്കിൽ സംഭവിച്ചേക്കാൻ ഇടയുണ്ട്. തീർച്ചയായിട്ടും അത് ന്യായമായ ഒരു സംശയം തന്നെയാണ്. അങ്ങനെ അനുമതി കൊടുക്കുന്നത് രാജ്യദ്രോഹപരം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ നിയമത്തില് 24ാമത്തെ വകുപ്പ് പറയുന്നത് തെളിവ് ഭാരം കുറ്റാരോപിതർക്കാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് വന്നാൽ, അഥവാ ആ പണം സഹിതം പിടിക്കപ്പെട്ടു എന്ന് വന്നാൽ, അയാളാണ് ഈ പണം എന്തു സോഴ്സിലാണ് തന്റെ പക്കൽ വരാനിടയായത് എന്നുള്ളത് നിയമ സംവിധാനത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം. അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തിടത്തോളം കാലം ആ വ്യക്തി ജയിലിൽ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിയമമാണ് BJP സർക്കാർ എടുത്ത് ശ്രീമാൻ കേജ്രിവാൾ അഥവാ ഡൽഹി മദ്യനയ കേസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ 1 രൂപ പോലും കണ്ടെത്തുവാനായിട്ട് ഇത്രയും കാലം നടന്ന ഈ
അന്വേഷണത്തിനൊന്നും സാധിക്കുകയുണ്ടായിട്ടില്ല. പക്ഷെ അവർ കോടതി മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്ന പണം ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത്, ഇപ്പോൾ പാർലമെന്റിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് 90 ലക്ഷം രൂപ വരെയാണ് പുതുക്കിയ റൂൾസ് അനുസരിച്ച് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ചെലവഴിക്കാനായിട്ട് നിയമപരമായിട്ട് സാധിക്കുക. അതിൽ കൂടുതൽ തുക ചിലവഴിച്ചാൽ ആ ഒറ്റ കാരണത്താല് അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെയും അയാളുടെ സ്ഥാനാർത്ഥിത്വം അയോഗ്യതയാവും. അഥവാ തെരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ വരുന്ന കുറെ കാലത്തേക്ക് അയാൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് അതിന്റെ ചട്ടങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചെലവഴിക്കുന്ന പണം കണക്കില്ലാത്തതാണ്. 90 ലക്ഷം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എത്രയോ ശതകോടികളാണ് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഇന്ന് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ആം ആദ്മി പാർട്ടിക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല, ഇത്രമാത്രം ഭീമമായ ചെലവ് വരുന്ന കാര്യം. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വാശിക്ക് കൂടുതൽ കൂടുതൽ പണം ചെലവഴിച്ച് വോട്ട് നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ്, അഥവാ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുക മാത്രമല്ല, വോട്ട് വിലയ്ക്ക് വാങ്ങുന്ന നടപടി ഉൾപ്പെടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അഴിമതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തില് തെരഞ്ഞെടുപ്പിലേക്ക് ഈ പണം വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കോടതികളും സംശയിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലേ എന്ന്. അപ്പൊ ഈ PMLA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ജാമ്യം തന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് ആ നിയമത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നതിന്റെ സാഹചര്യമാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പൊ ഈ നിയമപ്രകാരം ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോടതി മുമ്പാകെ ജാമ്യത്തിനായിട്ട് വരുമ്പോൾ ഇവർ ആരോപിക്കപ്പെടുന്ന ആ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് പറയാൻ ബാധ്യസ്ഥരാണ്, എങ്കിലേ ഇവർക്ക് ജാമ്യം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 100 കോടിയിൽ പരം രൂപ ഡൽഹി സർക്കാർ അഥവാ ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ കണക്ക് നമ്മുടെ പക്കലുണ്ട്. ഇവരാരോപിക്കുന്ന ഈ 100 കോടിയിൽ പരം രൂപയുടെ കണക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതായത് ഈ വ്യാജ ആരോപണത്തിന്റെ ലേബലിൽ ഇല്ലാത്ത പണത്തിന്റെ പേരിൽ, നാളിതുവരെ കണ്ടെടുക്കാത്ത പണത്തിന്റെ പേരിൽ ആണ് നമ്മുടെ നേതാക്കന്മാരെ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിൽ പാർപ്പിച്ചു വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന് എത്രമാത്രം വലിയൊരു ഭീഷണിയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തികച്ചും മനസ്സിലാക്കണം. അതായത് ഇന്ത്യയിൽ ജനാധിപത്യം, ഇന്ന് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘം ചേരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതം നമുക്ക് ലഭിച്ച ഭരണഘടനയിലൂടെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ഈ ഭരണഘടനയിലെ ഓരോ സ്ഥാപനങ്ങളും, ഭരണഘടനാ സ്ഥാപനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അവയുടെയൊക്കെ അധികാരം പിടിച്ചു വാങ്ങിക്കൊണ്ട് ഈ നാട്ടിൽ ജനാധിപത്യമേ ഇനി വേണ്ട എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും വായടപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും മോശമായ കുൽസിത ശ്രമങ്ങളാണ് നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ചെയ്തു വരുന്നത്. അവർ ചെയ്തു വരുന്ന പ്രവൃത്തികളുടെ ദൂരവ്യാപകമാകുന്ന ഫലങ്ങൾ നമ്മളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നാളിതുവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ, അതായത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നവരെ എങ്ങനെയാണ്, എന്തെല്ലാം നടപടിക്രമങ്ങളിലൂടെയാണ് അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി ഒരു വിധി കൽപ്പിച്ച് ശിക്ഷിക്കുകയോ അഥവാ ജാമ്യം കൊടുത്ത് അഥവാ അയാളെ വെറുതെ വിടുന്നത് എന്നുള്ളത് 3 നിയമങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത്. ക്രിമിനൽ നടപടി നിയമം എന്നൊരു നിയമമുണ്ട്. 1973 ക്രിമിനൽ നടപടി നിയമവും
അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ പീനൽ കോഡും, അതുപോലെ തന്നെ എങ്ങനെയാണ് തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതെന്നും ആ തെളിവുകൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് അഥവാ പ്രതികൂലമായിട്ട് ഒക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്ന ഇന്ത്യൻ തെളിവ് നിയമവും നമ്മുടെ പാർലമെന്റിന്റെ അവസാനത്തെ സമ്മേളനത്തിൽ റദ്ദു ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു പോരുന്ന ഈ പോലീസ് സംവിധാനം ഉൾപ്പെടെയുള്ളത് അടിച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമങ്ങളൊക്കെ റദ്ദു ചെയ്തു. എന്നിട്ട് അവിടെയൊക്കെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. ഈ വരുന്ന ജൂലൈ മുതൽ, അതായത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പാർലമെന്റ് അധികാരത്തിലേറി കഴിയുമ്പോൾ ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് അഥവാ നടക്കാൻ പോകുന്നത് ഇപ്പൊ ഈ അവസാന കാലഘട്ടത്തില് നമ്മുടെ പാർലമെന്റിൽ പാസാക്കിയ ഈ 3 നിയമങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഈ നിയമങ്ങൾ പാസാക്കുന്നതിന് മുൻപായിട്ട് പാർലമെന്റിലെ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും നിസാര കാരണം പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ഇവർ ഐകകണ്ഠേന എന്നോണം ഈ നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി അങ്ങേയറ്റത്തെ തിക്താനുഭവങ്ങളാണ് ഇതിലൂടെയൊക്കെ അനുഭവിക്കാനായിട്ട് പോകുന്നത്. സംഘടിക്കുവാനോ യോഗം ചേരുവാനോ പ്രതിഷേധിക്കുവാനോ ഒക്കെയുള്ള നമ്മുടെ അവകാശമൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ, അതായത് ഞങ്ങൾ അഭിഭാഷകർ ഉൾപ്പെടെ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ, എങ്കിലും കേട്ടത് വെച്ച് ഞാൻ പറയാം, ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രതിഷേധം ആരെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെയും അകത്തിടുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് പുതിയതായിട്ട് ഈ BJP സർക്കാർ പാസാക്കി വെച്ചിട്ടുള്ളത്. ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുക എന്നുള്ളതല്ല, മേലിൽ ഇന്ത്യയിൽ ജനാധിപത്യമേ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വളരെ ദൂരവ്യാപകമാകുന്ന ഫലങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ BJP സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഒരു കാരണവശാലും ഒരോട്ട് പോലും BJP അഥവാ NDA അഥവാ സംഘപരിവാർ ശക്തികൾ ഉൾപ്പെടുന്ന NDA സഖ്യത്തിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തിന് ഇല്ലായ്മയായിരിക്കും സംഭവിക്കുക. എത്രമാത്രം ദൂരവ്യാപകമായ കാര്യമാണ് ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കേന്ദ്രം ഏറ്റവും അധികം ഭയക്കുന്നത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ആം ആദ്മി പാർട്ടിയെ എതിർക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ഭരിച്ചതിനു ശേഷം പുതിയതായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾ ആ കാലത്ത് നടത്തിയ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ്, ഇനി തുടർന്ന് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് വോട്ട് തേടേണ്ടതിന് പകരം ജാതിയും മതവും വർഗവും ഒക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാണോ മനുഷ്യനെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരിക്കാം എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ നിലവിൽ ചിന്തിച്ചു പോരുന്നത്. ജനക്ഷേമകരമാകുന്ന പ്രവൃത്തികൾ നടത്തുന്ന കേജ്രിവാൾ സർക്കാരിനെയും അഥവാ ആം ആദ്മി സർക്കാരിനെയും ഇല്ലായ്മ ചെയ്യുന്നത്, ഈ ആശയം ഇനി ഈ സമൂഹത്തിൽ, ഈ പൊതുസമൂഹത്തിൽ വളർന്നാൽ അത് തങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാവും എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. നമുക്കറിയാം, നല്ല സ്കൂളുകൾ ഉണ്ടാക്കിയതും വൈദ്യുതി സൗജന്യമായി കൊടുത്തതും വെള്ളം സൗജന്യമായി കൊടുത്തതും യാത്ര സൗജന്യമാക്കിയതും ആരോഗ്യരംഗങ്ങൾ എല്ലാവർക്കും പ്രാപിക്കാവുന്ന തരത്തിലേക്ക് ആക്കിയതും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ യഥേഷ്ടം തങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്ത ജനാധിപത്യ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവർ നോക്കിയിട്ട് മറ്റൊരു കാരണവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അഴിമതിയുടെ തന്നെ പേര് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ PMLA ആക്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് 1 രൂപ പോലും കണ്ടെടുക്കാതെ ഇന്ന് ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരെ ഇപ്രകാരം ജയിലിലടച്ചിരിക്കുന്നത്. ശ്രീമാൻ കേജ്രിവാൾ ജയിലിൽ കിടക്കുന്നത് BJP-ക്കാർക്ക് തെറ്റിപ്പോയി.
പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ അങ്ങേയറ്റം ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞത് അകത്തുള്ള കേജ്രിവാളിന് തന്നെയാണ്. തീർച്ചയായിട്ടും കേജ്രിവാൾ സർക്കാർ ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റുവൽക്കരണം അഥവാ കോർപ്പറേറ്റുകളെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് മാത്രം വളർച്ച നേടുന്ന തരത്തിലുള്ള ഈ രാജ്യഭരണം അവസാനിപ്പിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായിട്ട് ശക്തമായിട്ട് തന്നെ നമുക്ക് നിലപാടുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ ഭാരതത്തിന്റെ ഭാവി അങ്ങേയറ്റം ശോചനീയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.